LDF ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി KP സന്ദീപ് വിവിധ പ്രദേശങ്ങളിൽ പര്യടനം നടത്തി. തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് കോൺഗ്രസും BJPയും മനോഹരവും സുന്ദരവുമായ വാഗ്ദാനങ്ങളുമായി നമ്മുടെ രംഗത്തേക്ക് വരും. സ്ഥാപിക്കപ്പെട്ട പ്രചരണ ബോർഡുകളിലെ മുദ്രാവാക്യങ്ങൾ കേട്ടാൽ മനോഹരമാണ്. പക്ഷേ പ്രവൃത്തിപഥത്തിൽ BJP ഒരു ഘട്ടത്തിലും അത് നടപ്പിലാക്കാറില്ല. എത്രയോ അനുഭവങ്ങൾ നമുക്കുണ്ട്. കോവിഡും പ്രളയവും മനുഷ്യ ജീവിതത്തെ, മലയാളികളെ വല്ലാതെ പ്രയാസപ്പെടുത്തിയ സന്ദർഭത്തിൽ ഒരു കൈ സഹായത്തിന് ഒരു BJPക്കാരൻ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും ഒരു യൂത്ത് കോൺഗ്രസുകാരൻ ജനങ്ങളെ സഹായിക്കുന്ന കാര്യത്തിൽ രംഗത്തുണ്ടായിരുന്നില്ല. അത് ഈ പ്രദേശത്തെ ജനങ്ങളെ ആശ്വസിപ്പിക്കാൻ, അവർക്ക് മരുന്നെത്തിക്കാൻ, ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കാൻ, അവർക്ക് വേണ്ട സഹായ ഹസ്തവുമായി നിലകൊണ്ടത് ഇടതുപക്ഷ പുരോഗമന യുവജന പ്രസ്ഥാനങ്ങൾ. ബുധനാഴ്ച രാവിലെ CPM ചെയർപേഴ്സൺ ഏരിയ സെക്രട്ടറി AS ദിനകരൻ പര്യടനം ഉദ്ഘാടനം ചെയ്തു. LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി CP ജോസ് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി KP സന്ദീപ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി സിജോ പുലിക്കോട്ടിൽ, ഗ്രാമപഞ്ചായത്ത് 18-ാം വാർഡ് സ്ഥാനാർത്ഥി ഷംല എന്നിവർ സംസാരിച്ചു. LDF നേതാക്കളായ ഷീല വിജയകുമാർ, ഷീന പറയങ്ങാട്ടിൽ, CR മുരളീധരൻ, MP മുകേഷ്, PK ശ്രീജി, രാജൻ ബാബു, കരാട്ടുപറമ്പിൽ, KC ബൈജു, അഡ്വക്കേറ്റ് PR ഷിനോയ്, സിജിത്ത് എന്നിവർ സംസാരിച്ചു. താന്നി ഗ്രാമപഞ്ചായത്തിലെയും ചാഴൂർ ഗ്രാമപഞ്ചായത്തിലെയും നിരവധി സ്വീകരണ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥി സ്വീകരണം ഏറ്റുവാങ്ങി. ഇവിടെ പ്രിയങ്കരനായ സഖാവ് NC ശങ്കരേട്ടന്റെ മകൻ അശോകേട്ടൻ മാലയിട്ടു. ഞങ്ങളെ കാത്ത് ഒരമ്മ ഒരു കസേരയിൽ ഇട്ട് ചുവന്ന മാലയുമായി ഇവിടെ കാത്തിരിപ്പുണ്ടായിരുന്നു. ഈ പ്രിയപ്പെട്ട ധീരസഖാക്കളുടെ ഈ പറയുന്ന സ്നേഹവും പിന്തുണയും ഞങ്ങൾക്ക് മുന്നോട്ടുള്ള യാത്രയിൽ കരുത്തു പകരുന്ന ഒന്നാണ്. രാഷ്ട്രീയ എതിരാളികളുടെ നുണക്കോട്ടകളെ തകർക്കാൻ കഴിയുന്ന സംഘടിതമായ കരുത്ത് താന്യം പഞ്ചായത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കുണ്ട്. 14-ാം വാർഡിലും ഡിസംബർ മാസം 11-ാം തീയതി നുണക്കോട്ട പൊളിയും. നളിനാശൻ വലിയ ഭൂരിപക്ഷത്തോടെ ഈ വാർഡിൽ നിന്ന് ജനപ്രതിനിധിയായി വിജയിച്ചു വരും. സുഭാഷ് TD, സുരേഷ്, ഹരിചാലിയൻ, ബാബു, കർഷക തൊഴിലാളി ശാന്തഗുരു, മഹിളാ അസോസിയേഷൻ ലത ഷാജി, തൊഴിലുറപ്പ് ശാരദ. നമ്മുടെ നേതാവായ, നമ്മളുടെ കാരണവരായ സഖാവ് NC ശങ്കരന്റെ മകൻ സഖാവ് അശോകേട്ടൻ അവിടെയുണ്ട്. അശോകേട്ടനെ സന്ദീപിനെ ഹാരമണിയിക്കുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രസ്ഥാനമായ അവർ നേതൃത്വം കൊടുത്തു.